السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إن آتي ذنبا فما أهدي لمنتقمين. إن آتي ذنبا فما أهدي لمنتقضي من النبي ولا حبلي بمنصرمين. فإن لي ذمة منه بتسميتي محمدا وهو أوفى الخلق بالذمم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ അധ്യക്ഷരായ അബൂബക്കർ ഹാജി, അതുപോലെ പ്രിയ ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, അഫ്വ ഫാമിലുള്ള മാന്യ സഹോദരി സഹോദരങ്ങളെ, ഈ മഹത്തായ സംഗമത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ വരിപ്പിച്ചുകൂടെ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് കുറച്ച് മുമ്പിൽ വന്നിരുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ്, ബാക്കിലുള്ളവർ മുമ്പിൽ ഇരുന്നെങ്കിൽ ഒരു റാഹത്താവും ഇൻഷാ അല്ലാഹ്. ഏതായാലും നമ്മൾ ഇന്ന് നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി മരണപ്പെട്ട അദ്രാജി എന്ന് പറഞ്ഞ നമ്മളെ കെമ്മാറ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം വിട പറഞ്ഞു ശഅബാൻ മാസത്തിന്റെ തുടക്കത്തിൽ. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഓരോ പേരിൽ നമുക്ക് തഹ്ലീൽ ചൊല്ലിയിട്ട് ഓരോ അനുസ്മരിച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു അനുസ്മരണം നാം മരിച്ചാൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാകണം നമ്മുടെ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. നേരത്തെ തങ്ങൾ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ, അതുപോലെ ഇവിടുത്തെ ഖതീബ് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ, നമ്മുടെ കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. നമുക്ക് ആയുസ് ലഭിക്കാനും ബറക്കത്ത് ലഭിക്കാനും ഏറ്റവും കാരണമാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്.
അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വലിയ പ്രതീക്ഷ, കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷ നമ്മുടെ മക്കളാണ്. ആ മക്കളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് പിരിയാം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഈ ലോകത്ത് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരുടെ മറുപടി നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? നാം എന്തിനു വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഉദാഹരണമായി ഒരു പരിപാടിയിലേക്ക് നാം ക്ഷണിച്ചാൽ, ഇല്ലൊരു ഫംഗ്ഷനിലേക്കോ കല്യാണത്തിന് ക്ഷണിച്ചാൽ അവരെ മറുപടി നമ്മുടെ മക്കളെ വിട്ടുവരാൻ നമുക്ക് സാധ്യമല്ല എന്ന് ഉപ്പയും ഉമ്മയും പറയുകയാണ്. കാരണം നമ്മുടെ വലിയ സ്വത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. ഒരു സിയാറത്തിന് വേണ്ടി ക്ഷണിച്ചാലും അവര് പറയുന്നത് നമ്മളെ മക്കളെ വിട്ട് വരാൻ പറ്റൂല, അവർ സ്കൂളിൽ പോകുന്നവരാണ്, മദ്രസയിൽ പോകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന നമ്മുടെ മാതാപിതാക്കൾ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും സന്തോഷം അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയാണ്, അല്ലേ? നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. ഭാവിയിൽ വലിയ നമ്മുടെ മക്കൾ എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം, അതുപോലെ വലിയ ഭൗതികമായ നേട്ടമുള്ളവരാകണം എന്നൊക്കെ ചിന്തിക്കുകയാണ്. അത് വളരെ ശരിയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മക്കൾ പയച്ചു പോകരുത്, നമ്മുടെ മക്കൾ തെറ്റിപ്പോകരുത് എല്ലാ മാതാപിതാക്കളും രക്ഷിതാക്കളും ചിന്തിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം നമ്മുടെ മക്കളെ നാം ഉദ്ദേശിച്ചതുപോലെ മക്കൾ വളർന്നുണ്ടോ, മക്കളെ വളർത്താൻ കഴിയുന്നുണ്ടോ എന്ന് നാം ആലോചിക്കൽ നിർബന്ധമാണ്. നമ്മുടെ മക്കളെ നാം ഉദ്ദേശിച്ചതുപോലെ വളർത്താൻ കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കൽ നിർബന്ധമാണ് സഹോദരന്മാരെ. നമ്മുടെ അവിടെ എല്ലാ വിഷയത്തിലും നമ്മുടെ മക്കളെ നിയന്ത്രിക്കൽ, ആ മക്കൾക്കുള്ള കടിഞ്ഞാനം നമ്മുടെ കയ്യിലാകണം. കുട്ടികളെ മനസ്സും അതുപോലെ ശരീരവും നിഷ്കളങ്കമാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കുട്ടികളെ മനസ്സ് വളരെ നിഷ്കളങ്കമായ ശുദ്ധരായ മനസ്സാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും യൂലദു അലൽ ഫിത്ര, നിഷ്കളങ്കമായ ശരിയായ ഇസ്ലാമിക ആശയത്തിൽ ജീവിക്കണമെന്ന ആ താല്പര്യമുള്ളവരാണ് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. തൊട്ടടുത്ത ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജിസാനിഹി, എന്നാൽ ആ മക്കളെ ജൂതന്മാരാക്കുന്നതും ക്രിസ്ത്യാനികളാക്കുന്നതും അതുപോലെ തന്നെ തീയെ ആരാധിക്കുന്ന കപട വിശ്വാസികളാക്കുന്നത് അവരെ മാതാപിതാക്കളാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്ന് സ്വലാത്തൊക്കെ ഇടക്ക് ഹബീബായ മുത്തുനബി നിങ്ങളെ പേര് പറയുമ്പോൾ സ്വലാത്ത്, കാരണം ഹബീബായ മുത്തുനബി നിങ്ങളെ മാസമാണ് ഷാബാൻ, ഷാബാനു ഷഹരി, എന്റെ മാസമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്റെ മാസമാണ്, എന്റെ മാസമാണ്. കാരണം എന്തേ? സ്വലാത്ത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞ ആയത്ത് ഹബീബായ മുത്തുനബി തങ്ങൾക്ക് എല്ലാവരും സ്വലാത്ത് നിർവഹിക്കണം എന്ന് പഠിപ്പിച്ച ആയത്ത് ഇറങ്ങിയത് ഷാബാൻ മാസത്തിലായതുകൊണ്ട് എന്റെ മാസമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ, ആകയാൽ മക്കളെ പഴിപ്പിക്കുന്നത്, അതുപോലെ ജൂതന്മാരാക്കുന്നത്, ക്രിസ്ത്യാനികളാക്കുന്നത്, മജൂസികളാക്കുന്നത് യഥാർത്ഥത്തിൽ മാതാപിതാക്കളാണെന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ ഉമ്മമാരോട്, ഉപ്പമാരോട്, രക്ഷിതാക്കളോട് ഈ അഫ്വാ ഫാമിലി അൽഹംദുലില്ലാഹ് ഇതുപോലത്തെ ഫാമിലി മീറ്റ് വെച്ചാൽ നമുക്ക് എത്രയോ പഠിക്കാനുണ്ട്, നമുക്ക് എത്രയോ പ്രാവർത്തികമാക്കാനുണ്ട്. നമുക്ക് ആഖിറത്തിൽ പ്രത്യേകമായി ദുനിയാവിന്റെ കാര്യലാഭങ്ങളല്ല, ദുനിയാവിൽ ഒരുമിച്ച് കൂടലല്ല, ഞാൻ ഫാമിലി നടത്തിയെന്നല്ല, ആഖിറത്തിലെത്തുമ്പോൾ കുടുംബക്കാരെ ഒന്നിപ്പിച്ച് സ്വർഗ്ഗത്തിൽ കടക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. അതിനാകണം നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സും ശരീരവും ഒത്ത് ഒറ്റക്കെട്ടായും കൊണ്ട് അള്ളാഹ് നമ്മളെ ഫാമിലിയാണ്, അള്ളാഹ് ഞങ്ങളെ ഫാമിലിയാണ്. മരിച്ചാൽ നമുക്ക് ഖുർആൻ ഓതേണ്ട
ഓതേണ്ടവർ, നമ്മെ സ്മരിക്കേണ്ടവർ, നമ്മെ സന്തോഷം പറയേണ്ടവർ, നമ്മെ നന്മ പറയേണ്ടത്, നമ്മുടെ ഖബർ സിയാറത്ത് നടത്തേണ്ടത്, നമുക്ക് വേണ്ട ഖുർആൻ ഓതേണ്ടത്, ഖുർആൻ ഓദിപ്പിക്കേണ്ടവർ നമ്മുടെ ഫാമിലികളാണ്, നമ്മുടെ കുടുംബക്കാരാണ് എന്ന ചിന്തയോടുകൂടെ നാം ഇതാ ഒരുമിച്ച് കൂടിയാൽ അള്ളാഹു നമുക്ക് ഫലം ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുട്ടികൾ നമുക്ക് വലിയ നേട്ടമാണ്, അവരെ നമ്മുടെ പ്രതീക്ഷയാണ്. എന്നാൽ എന്റെ സഹോദരന്മാരെ, നമ്മുടെ ചെറിയ മക്കളുണ്ടല്ലോ, ആ മക്കളുടെ ശരീരത്തിൽ ഒരു ഹറാമും കടന്നു പോകരുത് എന്ന് ചിന്തിക്കൽ മാതാപിതാക്കൾക്ക് കടപ്പാടുണ്ട്. മാതാപിതാക്കൾ ചിന്തിക്കണം, എന്റെ മക്കൾ, എന്റെ മകൻ, എന്റെ മകൾ, ആ മകളുടെയും മകന്റെയും വയറ്റില് ഒരു ഹറാം കടന്നു പോകരുത്, ഒരു ഹറാം വന്നു പോകരുത് എന്ന് ചിന്തിക്കല്ലതാ മാതാപിതാക്കൾക്ക് വലിയ ബാധ്യതയാണ് കേട്ടോ. അഫ്വാ ഫാമിലിയുള്ളവർ എത്ര ഭാഗ്യം ലഭിച്ചവരാണ്, എത്ര വലിയ ഭാഗ്യം ലഭിച്ചവരാണ്. നമുക്ക് സുബ്ഹാനല്ലാഹ് ഇതുപോലത്തെ ഒരു ഫാമിലി മീറ്റ് ഉണ്ടാക്കാൻ നമ്മുടെ കുടുംബത്തിൽ കഴിയുന്നില്ല. എല്ലാ വർഷവും ഒത്തുകൂടി പരസ്പരം കാണുകയും ചർച്ച ചെയ്യുകയും അവരുടെ വിഷയത്തിൽ ധാരാളം നന്മകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു കുടുംബമാകുമ്പോൾ വലിയ ബറക്കത്താണ്. ഈ ബറക്കത്ത് അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തി ആഖിറത്തിലെത്തുന്ന സമയത്തിൽ റബ്ബേ കുടുംബക്കാരോടുകൂടെ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമക്കൾ, സന്താനങ്ങൾ എല്ലാ കുടുംബക്കാരോടുകൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കാരണമാക്കി തരണേ അല്ലാഹ്. കുട്ടികളുടെ ശരീരത്തിൽ ഹറാം കടന്നു പോകരുത്, ഹറാം വയറ്റിലാക്കി പോകരുത്. അതല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതേ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു ഹസനു ഇബ്നു അലി റളിയല്ലാഹു അൻഹു തംറത്തം മിൻ തംബിസ് സദഖ, സദഖയുടെ കാരക്കയിൽ നിന്ന് ഒരു കാരക്ക ഹസൻ റളിയല്ലാഹു അൻഹു എടുക്കുകയും ഫജഅലഹാ ഫീ ഫീഹി, അവിടത്തെ വായിൽ അയക്കുന്നു, വായിൽ ഇടുകയാണ്, എന്നിട്ടതാ ചേക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സകാത്തിന്റെ പണമാണ്, സകാത്തിന്റെ മുതലാണ്. ആ മുതൽ ഹസൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്, വായിലിട്ട് ചേക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഉപ്പാപ്പയായ റസൂലുള്ളാഹിന്റെ മറുപടി, കഖിൻ കഖിൻ, ഉപേക്ഷിക്കൂ ഉപേക്ഷിക്കൂ, ഇർമി ബിഹാ, മോനെ ഈ കാരക്ക വായിൽ നിന്ന് തുപ്പൂ മോനെ. അമാ അലിംത ഇന്നാ ലാ നഅകുലു സ്വദഖ, അറിയില്ല മോനെ സദഖയുടെ സകാത്തിന്റെ മുതൽ തങ്ങന്മാരായ ഞങ്ങൾക്ക് ഹറാമാണ് എന്ന് അറിയില്ല മോനെ, തുപ്പൂ മോനെ. ഇതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ട ഒന്നാമത്തെ കർമ്മം. കുട്ടികൾ ഹറാം ചെയ്യുകയാണെങ്കിൽ, ഹറാമിന്റെ പണം തിന്നുകയാണെങ്കിൽ അത് നിഷിദ്ധമാക്ക. ഒന്ന്, നമ്മളെ മക്കൾ സുബ്ഹാനല്ലാഹ് കട്ടിച്ചൊരു സാധനം കൊണ്ടുവന്ന് വെക്ക്, അങ്ങനെ കൊട്ടിച്ചൊന്നും ഇല്ല കേട്ടോ, കട്ടിച്ച് കൊണ്ടുവന്നാൽ സുബ്ഹാനല്ലാഹ് ഏതെങ്കിലും ഒരാൾ ഉമ്മയോ ഉപ്പയോ പറഞ്ഞു പോയാൽ മോനെ നല്ല മിടുക്കനാണ് മോനെ എന്ന് പറഞ്ഞാലോ ആ കുട്ടി പടക്കായി, സൂപ്പർ കള്ളനായി, അല്ലേ നല്ല മിടുക്കനാന്ന് പറയല്ലോ. സുബ്ഹാനല്ലാഹ് കട്ട് കൊണ്ടുവന്ന് ഒരു സാധനം സ്കൂളിൽ നിന്നോ മദ്രസയിൽ നിന്ന് കൊണ്ടുവന്നാല് സുബ്ഹാനല്ലാഹ് എന്താ ചെയ്യേണ്ടത്? നീ കട്ട് വന്നോ എന്ന് പറ, നീ അത് ഉസ്താദിന്റെ കയ്യിൽ
ഭട്ടന്മാരുടെ കയ്യിൽ ഇപ്പോൾ തന്നെ കൊടുക്കണം, ഞാൻ വിളിച്ചു പറയാം എന്ന് പറഞ്ഞ് ഇടപെട്ട് അതിന് കൊടുപ്പിക്കുകയും കുട്ടിയെ ശകാരിക്കുകയും ചെയ്യണം. കേട്ടെടുക്കാതെ ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ പോയി കുട്ടി വന്ന് വൈകുന്നേരം പറയുന്നു, ഉമ്മ ഞാൻ ഇന്ന് ടിക്കറ്റ് എടുത്തിട്ടില്ല, ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോ നല്ല മിടുക്കനാണെന്ന് പറഞ്ഞൂടാ, നാളെ അതിന്റെ പൈസ നാളെ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രചോദനം നൽകണം. ഇല്ലെങ്കിൽ വലിയ കള്ളന്മാരായി മാറും. അല്ലാഹു സലാമത്തിലാക്കട്ടെ, അല്ലാഹു സലാമത്തിലാക്കട്ടെ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞു. അതുകൊണ്ട് ഹബീബായ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ വിളിച്ച് അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും, നിങ്ങളെ സ്വന്തം ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ വഅഹ്ലീകും, നിങ്ങളെ അഹ്ലികാരായ ഭാര്യ മക്കൾ കുടുംബക്കാരില്ലേ, അവരെയും നിങ്ങൾ സൂക്ഷിക്കണം. സ്വന്തം ശരീരത്തെ സൂക്ഷിച്ചാൽ മാത്രം പോരാ, ഭാര്യ ഭർത്താക്കന്മാര്, അതുപോലെ കുടുംബക്കാര്, അതുപോലെ എല്ലാവരെയും നിങ്ങൾ സൂക്ഷിക്കണം. നാറാ, ഭയാനകമായ നരകമില്ലേ, ആ നരകത്തെ സൂക്ഷിക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരെയാണ്, വലിയ പർവ്വതങ്ങളെയാണ്. ആ ഭയാനകമായ നരകത്തെ സൂക്ഷിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ നമ്മുടെ മക്കളുടെ വയറ്റിൽ ഹറാം കടന്നു പോകരുത്. നമ്മുടെ മക്കളെ കക്കാൻ വേണ്ടി പ്രചോദനം നൽകിക്കൂടാ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ രക്ഷിതാക്കളെ, കുടുംബക്കാരെ, നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ മക്കൾക്ക് ആവശ്യമില്ലാതെ പണം കൊടുത്തുകൂടാ. സ്കൂളിന് പോകുന്ന മക്കളാണ്, പഠിക്കുന്ന മക്കളാണെന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത പണം കൊടുത്തുകൂടാ. കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്തിനാണ് ആവശ്യമുള്ളത്, എത്രയാണ് ആവശ്യമുള്ളത്, അതിന്റെ കണക്കനുസരിച്ചിട്ടല്ലാതെ. ചിലപ്പോ കുട്ടികൾ പറയും, അതാ സ്കൂളിൽ ഇങ്ങനെ 500 കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ 1000 കൊടുക്കാൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളെ അവരെ കയ്യിൽ അങ്ങനെ കൊടുക്കലല്ല. രക്ഷിതാക്കൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ഉസ്താദിനെ വിളിക്കണം, അതുപോലെ മാസ്റ്ററെ വിളിക്കണം, ടീച്ചറെ വിളിക്കണം, ചോദിക്കണം, വല്ല ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ടോ, കുട്ടികൾക്ക് കയ്യിൽ എന്തെങ്കിലും പണം കൊടുക്കണമെന്ന് ചോദിക്കണം. അങ്ങനെയാ ചോദിക്കേണ്ടത്. ചില ആളുകൾ ചോദിക്കുന്നു, മാസ്റ്റർ നിങ്ങൾ എന്തിനാ പൈസ കൊണ്ടുവരാൻ പറഞ്ഞ, ഉസ്താദ് നിങ്ങൾ എന്തിനാ പൈസ കൊടുക്കാൻ പറഞ്ഞ, ഇതെന്നെ പണിയെന്ന എന്തെങ്കിലും വല്ല ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉസ്താദ്മാരുടെ വക്കൽ നിന്ന് കിട്ടും, അതുപോലെ മാസ്റ്റർമാരുടെ വക്കൽ കിട്ടും. കുറച്ച് പൈസ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100 രൂപ 200 രൂപ കൊടുത്തിരിയും. കുട്ടി എത്ര ചോദിച്ചത്, എത്ര ചോദിച്ചത്, പറയും 500 ചോദിച്ചു. എത്ര കൊടുക്കേണ്ടത്, 200. അപ്പൊ 200, ആ ചോദിച്ച 200 മാത്രം നല്ല കവറിലാക്കി എഴുതി കൊടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞോളൂ മക്കളെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞ വിഷയങ്ങൾ ഇത് വലിയ ഗഹനമായി ചിന്തിക്കേണ്ട വിഷയമാണെന്ന് പറയാം. ആവശ്യമില്ലാതെ പണം കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമതായി സുബ്ഹാനല്ലാഹ്, എന്തിനാണ് 500ഉം 1000ഉം, എന്തിനാണ് കുട്ടികളുടെ കയ്യിൽ? സ്കൂളിൽ പോകുന്ന കുട്ടികൾ, മദ്രസയിൽ പോകുന്ന കുട്ടികൾ, ആവശ്യമില്ല, എന്തിന് കൊടുക്കണം? ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ഇന്ന് പറയേണ്ടതില്ല, ആധുനിക സൗകര്യമുള്ള മൊബൈലുകൾ, ബൈക്കുകൾ, എന്തിനാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്? ഇത് കൊടുക്കാൻ നിർവാഹമില്ല. ചെറിയ മക്കളാണ്, സുബ്ഹാനല്ലാഹ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന്റെ കയ്യിൽ നല്ല 1 നമ്പർ ഫോൺ. സുബ്ഹാന ജല്ല ജലാലു. ഈ കുട്ടികൾക്ക് പഠിക്കാൻ തലക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല. കുട്ടികൾക്ക് നല്ല വിവരമുണ്ട്, അതുപോലെ ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്. പക്ഷേ ഈ മൊബൈൽ കാരണമായി കൊണ്ട് കുട്ടികൾക്കുള്ള പഠനം നിർത്തിപ്പോയി. അല്ലാഹു സലാമത്തിലാക്കട്ടെ. ബൈക്കുകൾ ആവശ്യത്തിനനുസരിച്ച് വലിയതിന്റെ ശേഷം ലൈസൻസ് എല്ലാം വാങ്ങിയതിന് ശേഷം കൊടുക്കാന്നല്ലാണ്ട് അതിന് മുമ്പ് കുട്ടികൾക്ക് ബൈക്ക് കൊടുത്തുകൂടാ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തും. കുട്ടികൾക്ക് വിഷമുണ്ടാവും, നമ്മളോട് സാരല്ല, വിഷയമല്ല. കുട്ടികൾക്ക് വിഷമുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളല്ലേ, നമ്മൾ കുട്ടികളാകുമ്പോൾ നമ്മളാണല്ലോ നിയന്ത്രിക്കേണ്ടത്. ആ മക്കളെ സ്വന്തമായി
നിയന്ത്രിക്കേണ്ടത്, അവരെ വരച്ച വിരൽ ഇരുത്തേണ്ടത് രക്ഷിതാക്കളാണ്, മാതാപിതാക്കളാണ്, കുടുംബക്കാരാണ്. ആ ഒരു ചൈതന്യം നമ്മുടെ അഫ്വ ഫാമിലിയിൽ ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ രക്ഷിതാക്കളോട്, ഫാമിലിയോട് ചോദിക്കട്ടെ, ഞാൻ രാത്രി കടന്നുറങ്ങുന്ന സമയത്തിൽ സുബ്ഹാനല്ലാഹ് 12 മണിയായി, 1 മണിയായി, 2 മണിയായി, നിന്റെ അതാ 15ഉം 16ഉം 17ഉം 18 വയസ്സുള്ള മകൾ അതാ അവൾക്ക് സജ്ജമാക്കിയതായിരിക്കുന്ന വെറും ബെഡ്റൂമിൽ അവൾ കടക്കുകയാണ് ഒറ്റക്കായി. ആ സമയത്തിൽ ഇയർഫോൺ വെച്ചുകൊണ്ട് മകളതാ മൊബൈലിലൂടെ എന്താ കേൾക്കുന്നത്, എന്താ സംസാരിക്കുന്നത്, ടാബിലൂടെ അവൾ എന്താ കാണുന്നത് എന്ന് ചിന്തിക്കാൻ നമ്മുടെ കുടുംബക്കാർക്ക്, രക്ഷിതാക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ വലിയ ആഫത്ത് തന്നെ, വലിയ മുസീബത്ത് തന്നെ. ഞാൻ ചോദിക്കട്ടെ, എന്ന് പറയട്ടെ സഹോദരന്മാരെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, നമ്മുടെ മക്കളും നാമും രാത്രിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം. സുബ്ഹാനല്ലാഹ്, പെട്ടെന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. 10 മണിക്കല്ല ഭക്ഷണം, രാത്രി ഭക്ഷണം കഴിക്കേണ്ടത് 11 മണിക്കല്ല. ഏകദേശം മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ കുടുംബക്കാരെല്ലാം വീട്ടിൽ ഒരുമിച്ച് കൂടി. ഇതൊരു പുതിയ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ, പ്രത്യേകമായ അഫ്വ ഫാമിലിയിൽ ഉണ്ടാകട്ടെ. എഴുതി വെച്ചോ, രാത്രി തന്നെ 7 മണിക്ക് തന്നെ ഭക്ഷണം കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് കൂടി. നമ്മുടെ വീട്ടിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, കുടുംബക്കാര് ഒരുമിച്ച് കൂടി ടേബിളിൽ ഒരുമിച്ച് കൂടി തന്നെ 7-7:30 മണിയാകുമ്പോൾ ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിയണം കേട്ടോ. എന്നിട്ട് സുബ്ഹാനല്ലാഹ് ഇശാ ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളെല്ലാം ഒതുവടിപ്പിച്ച് നല്ല ഡ്രസ്സും ധരിപ്പിച്ച് അതാ സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ നിസ്കരിക്കണം, പുരുഷന്മാരാണെങ്കിൽ പള്ളിയിലേക്ക് അവര് പോകണം. എന്നിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞ് ഹദ്ദാദ് സൂറത്ത് അദ്ദാദ് അതാ പാരായണം നടത്തിയതിനു ശേഷം അതുപോലെ തബാറക സൂറത്ത്, സൂറത്തുൽ വാഖിയ, സജദ, യാസീൻ എല്ലാം മോദി സുബ്ഹാനല്ലാഹ് ചൊല്ലേണ്ട ദിക്റെല്ലാം ചൊല്ലി ഒരു 10 മണിക്ക് മുമ്പ് തന്നെ നമ്മളെ മക്കൾക്ക് എഴുതിപ്പിച്ച് അവരെ കടത്താൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞോളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് 12 മണിയോളം 1 മണിയോളം സുബ്ഹാനല്ലാഹ് മൊബൈലും അതുപോലെ ടിവിയിലും കണ്ട് മാതാപിതാക്കൾ മക്കളെല്ലാം ഒരുമിച്ച് കൂടി എന്തെങ്കിലും കോമഡി പോലത്തത് കണ്ട് അതാ രസിച്ചാൽ നമ്മുടെ മക്കൾ നാം പറഞ്ഞതുപോലെ സ്വീകരിക്കൂല. നാം പറഞ്ഞതുപോലെ സ്വീകരിക്കാതെ അവർ തെറ്റിപ്പോകാൻ കാരണം നാമാണ്. നിങ്ങളെ ശരീരത്തെ എത്രമാത്രം നരകത്തിന് സൂക്ഷിക്കുന്നുണ്ടോ, നിങ്ങളെ മക്കളെ സൂക്ഷിക്കണം, ഭാര്യമാരെ സൂക്ഷിക്കണം, കുടുംബക്കാരെ സൂക്ഷിക്കണമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പെൺകുട്ടികളാണെങ്കിലും അതുപോലെ ആൺകുട്ടികളാണെങ്കിലും ആവശ്യമില്ലാത്ത മൊബൈൽ കൊടുത്തുകൂടാ. അവർ മൊബൈൽ കാണുന്നത് എന്താണ്, വിളിക്കുന്നത് എന്താണ് എന്ന് ശ്രദ്ധിക്കാൻ ഓ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് കഴിയണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അദ്ദിബു ഔലാദകും അലാ സലാത്തി ഖിസാലി. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ 3 കാര്യം അദബ് പഠിപ്പിക്കണേ, 3 വിഷയം അദബായി പഠിപ്പിക്കണേ. പറയുന്നത് ഹബീബായ മുത്തുനബി തങ്ങളാണ്. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ്. ഉമ്മത്തികളെ വല്ലാത്ത സ്നേഹിച്ച ആരും നരകത്തിൽ കടക്കരുത്, ആരും പരാജയപ്പെട്ടു പോകരുത്, ആരും ടെൻഷൻ അടിച്ചു പോകരുത്. ഉമ്മത്തികൾക്കുള്ള പ്രയാസങ്ങൾ ഹബീബായ മുത്തുനബി തങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. മുത്തുനബി തങ്ങൾ പറയാണ്, അദ്ദിബൂ ഔലാദകും അലാ സലാത്തി ഖിസാലി. 3 കാര്യം പഠിപ്പിക്കുന്നതിന്റെ മേലിൽ നിങ്ങളെ മക്കൾക്ക് അദബ് പഠിപ്പിക്കണേ.
ഒന്നാമത്തെ കാര്യം മുഅ്മിനീങ്ങളെ ഹബീബായ മുത്തനബി നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ മുത്തനബി തങ്ങളോടുള്ള സ്നേഹമാണ് ആ സ്നേഹം അതാ ചെറിയ മക്കളെ ഖൽബിൽ അതാ പഠിപ്പിക്കണം നേരത്തെ തങ്ങൾ ഉസ്താദ് ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ നമ്മുടെ മക്കളെ സുബ്ഹാനല്ലാഹ് വഹാബികളെ സ്ഥാപനത്തിൽ അതാ കൊണ്ടുപോയി ആക്കിക്കൂടാ അത് കർശനമായ ഇസ്ലാമിന്റെ നിയമമാണ് തങ്ങൾ ഉസ്താദിന്റെ നിയമമല്ല പറഞ്ഞത് പരിശുദ്ധ ഖുർആനിന്റെ നിയമമാണ് ഹദീസിന്റെ നിയമമാണ് മുൻഗാമികൾ പഠിപ്പിച്ച നിയമമാണ് ലാ യജ്തമിഉൽ ഈമാനു മാവിദാദി അദാഇല്ല അല്ലാഹുവിന്റെ ശത്രുക്കളാകുന്ന ബിദഈ കക്ഷികളെ കൂട്ടിപ്പിടിക്കൽ കൊണ്ട് ഒരാൾക്ക് ഈമാൻ ഒരുമിച്ച് കൂടുകയില്ല ഈമാൻ വേണമോ അവരോട് വെറുപ്പാണ് വേണ്ടത് അവരെ സ്കൂളാണെന്ന് പറഞ്ഞ് അവരെ മദ്രസാണെന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് ഞാൻ ചോദിക്കട്ടെ അബ്വാ ഫാമിലുള്ള മുഅ്മിനീങ്ങളെ ഓ കാരണവന്മാരെ ഹബീബായ മുത്തനബി തങ്ങൾ സാധാരണ മനുഷ്യനാണ് അവിടുത്തെ ശരീരം ജീർണിച്ചു പോയിട്ടുണ്ട് അവിടുന്ന് ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയുമോ നമ്മുടെ സ്വന്തം ബാപ്പാനെ പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മാനെ ചീത്ത പറഞ്ഞാൽ സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മാനേക്കാളും ഉപ്പനേക്കാളും എല്ലാം സ്നേഹിച്ച ഹബീബായ മുത്തനബി തങ്ങളെ ചീത്ത പറയുന്നവരോടുകൂടെ ഒരു സൗഹാർദ്ദവുമില്ല ഒരു ഒത്തുകൂടലുമില്ല സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനത്തിലാണ് പഠിപ്പിക്കേണ്ടതെന്ന് സാന്ദർഭികമായി തങ്ങൾ ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ് അദ്ദിബു ഔലാദകും അലാ സലാത്തി ഖിസാലി മൂന്ന് കാര്യം അതാണ് നമ്മുടെ മക്കൾക്ക് അദബ് പഠിപ്പിക്കണേ ഹബീബായ മുത്തനബി തങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ കാര്യമാണ് ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹമാണ് സുബ്ഹാനല്ലാഹ് ആ സ്നേഹമുണ്ടാകാൻ ഒരു നല്ല കാര്യം പഠിപ്പിക്കട്ടെ മധുര പലഹാരങ്ങൾ കുട്ടികൾക്ക് നാം കൊണ്ടുപോയി കൊടുക്കാറില്ലേ ചോക്ലേറ്റ് വാങ്ങി കൊടുക്കാറില്ലേ ലഡു വാങ്ങി കൊടുക്കാറില്ലേ നല്ല മധുര പാനീയങ്ങൾ കൊടുക്കാറില്ലേ ആ സമയത്തിൽ എന്റെ ഉമ്മ ഉപ്പ അതുപോലെ രക്ഷിതാക്കൾ ഫാമിലിയുള്ളവർ ചിന്തിക്കട്ടെ നമ്മുടെ മക്കൾക്ക് ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ മധുര പലഹാരങ്ങൾ കൊടുക്കുമ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസം സുബ്ഹാനല്ലാഹ് ചെറിയ 7 വയസ്സുള്ള മകൻ 7 വയസ്സുള്ള മകൾ ആ മകളുടെയും മകന്റെ കയ്യിൽ ചോക്ലേറ്റ് കൊടുത്തും കൊണ്ട് ഉപ്പ പറയണം ചോക്ലേറ്റ് കൊടുത്തും കൊണ്ട് ഉമ്മ പറയണം ഓ മോനെ ഞാനിതാ നിനക്ക് ചോക്ലേറ്റ് തന്നിട്ടുണ്ട് കാരണമെന്തേ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് തിങ്കളാഴ്ചയാണ് മോനെ അതുകൊണ്ട് ഹബീബായ മുത്തുനബി തങ്ങളെ ഓർക്കുന്ന ഈ ദിനം തിങ്കളാഴ്ച മോനെ നിനക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ കുട്ടികളെ മനസ്സിൽ ഹബീബായ മുത്തുനബി തങ്ങളോടുള്ള സ്നേഹം വന്നുപോയില്ലേ അത് ഉണ്ടാക്കിയത് മാതാപിതാക്കളല്ലേ ഉണ്ടാക്കിയത് രക്ഷിതാക്കളല്ലേ കുടുംബക്കാരല്ലേ ഹബീബായ മുത്തുനബി തങ്ങൾക്ക് സന്തോഷം വന്നുപോയി എന്നിട്ട് പറയണം ആ കുട്ടിയോട് യൗമുൻ ഫീഹി ഉലിത്തോ ഈ തിങ്കളാഴ്ച ദിവസമാണ് നബി തങ്ങൾക്ക് ജന്മം നൽകിയത് നബി തങ്ങൾ ജനിച്ചത് തിങ്കളാഴ്ച ദിവസത്തിലാണ് ഈത്തപ്പഴം നല്ല ഭക്ഷണമാണ് ഏറ്റവും നല്ലത് ഈത്തപ്പഴമാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈത്തപ്പഴമാണ് ഈത്തപ്പഴം തിന്നത് വലിയ ആരോഗ്യമാണെന്ന് ഇന്നെല്ലാവരും കണ്ടുപിടിച്ചു ഞാൻ അതിലേക്ക് കടന്നു സംസാരിക്കുന്നില്ല എന്നാൽ സുബ്ഹാനല്ലാഹ് കുട്ടികൾക്ക് ഈത്തപ്പഴം വാങ്ങിക്കൊടുത്ത് ഈ മോനോട് പറയണം അതുപോലെ മകളോട് പറയണം മോളെ അല്ലെങ്കിൽ മകനെ ഇത് ഈത്തപ്പഴമാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഈത്തപ്പഴമാണ് തുന്നു മോനെ തുന്നു മോളെ എന്ന് പറഞ്ഞാൽ ഈ
കുട്ടികളെ മനസ്സില്ലതാ ഹബീബായ മുത്തുനബി തങ്ങളോടുള്ള ഇഷ്ടം വന്നു, മുത്തുനബി തങ്ങളോടുള്ള സ്നേഹം വന്നു. ഞാൻ അതിലേക്കൊന്നും കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹബീബായ മുത്തുനബി തങ്ങളല്ലാതെ സ്വഹാബാക്കൾക്കില്ല, സ്വഹാബിയത്തായ വനിതകൾക്കില്ല. അറിയില്ലേ ഉമ്മമാരെ, കബ്ഷ റളിയല്ലാഹു അൻഹാ, സുബ്ഹാനല്ലാഹ്, ഉഹദ് യുദ്ധത്തിൽ കബ്ഷ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് പോയിട്ടുണ്ട് ഉഹദ് യുദ്ധത്തിലേക്ക്. അതുപോലെ ഭർത്താവ് ഉഹദ് യുദ്ധത്തിലേക്ക് പോയിട്ടുണ്ട്, സഹോദരൻ പോയിട്ടുണ്ട്, മൂന്നാളുകളും ഉഹദ് യുദ്ധത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ പറയപ്പെടുന്നു കബ്ഷ റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങളെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അതുപോലെ വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അതുപോലെ തന്നെ സഹോദരൻ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി പോയി എന്ന് അറിഞ്ഞപ്പോൾ കബ്ഷ റളിയല്ലാഹു അൻഹു ചെയ്തതെന്താണെന്നറിയാമോ? വാപ്പയെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല, അതുപോലെ ഭർത്താവിനെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല, അതുപോലെ സഹോദരനെ കുറിച്ച് അന്വേഷണം നടത്താതെ കബ്ഷ റളിയല്ലാഹു അൻഹു ചോദിച്ചത് ഐന റസൂലുള്ളാഹ്, ഐന റസൂലുള്ളാഹ്, എവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ, എവിടെയാണ്, എവിടെയാണ് റസൂലുള്ളാഹ്? റസൂലുള്ളാഹിക്ക് വല്ലതും ഉഹദിൽ പറ്റിയിട്ടുണ്ടോ, പ്രയാസങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ എല്ലാവരും പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ വിശ്രമിക്കുകയാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കബ്ഷ റളിയല്ലാഹു അൻഹുക്ക് സമാധാനം വരുന്നില്ല. ചോദിക്കുന്നു വീണ്ടും ഐന റസൂലുള്ളാഹ്, എവിടെയാണ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ ആ ഹബീബായ നബി തങ്ങളൊന്ന് കാണണം, എന്നെ കണ്ടാൽ മാത്രമാണ് എനിക്ക് ക്ഷമയുള്ളൂ. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് ഉഹദ് യുദ്ധത്തിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട കബ്ഷ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. സുബ്ഹാനല്ലാഹ്, എല്ലാ മുസീബത്തും, അതാ എല്ലാ മുസീബത്തും ഹബീബായ നബി തങ്ങളെ ശേഷമാണ്. എന്റെ വാപ്പ മരിച്ചത് എനിക്ക് പ്രശ്നമല്ല, എന്റെ ഭർത്താവ് വഫാത്തായ പ്രശ്നമല്ല, എന്റെ സഹോദരൻ വഫാത്തായ പ്രശ്നമല്ല, ഹബീബായ മുത്തുനബി തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ സ്വഹാബി വനിതകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മമാരെ, ആ ഹബീബായ മുത്തുനബി തങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം. സുന്നത്തല്ല, പഠിപ്പിക്കൽ വാജിബാണ്. കുട്ടികൾക്ക് മാതാപിതാക്കൾ പഠിപ്പിക്കണം. എന്താണ്? സംസാരിക്കാൻ പ്രായമെത്തുന്ന സമയത്ത് പഠിപ്പിക്കൽ നിർബന്ധമായ മാതാപിതാക്കളുടെ മേൽ ഒന്നാമത്തെ ഘട്ടം വാജിബായത് തഅലീമുഹു, ഈ കുട്ടികൾക്ക് പഠിപ്പിക്കലാണ്. അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വഉലിദ ബിഹാ വദുഫിന ബിൽമദീന വമാത ബിഹാ. ജനിച്ചത് മക്കയിലാണ്, അവിടെയാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത്. മദീനയിലാണ് വഫാത്തായത്, അവിടെയാണ് മറവ് ചെയ്തത് എന്ന് പഠിപ്പിക്കൽ കുട്ടികൾക്ക് നിർബന്ധമാണ്. കാര്യം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, കുടുംബക്കാരെ ശ്രദ്ധിക്കണം. സാന്ദർഭികമായി ഉണർത്തട്ടെ സഹോദരന്മാരെ, എന്നെ നോക്ക്, എന്റെ സഹോദരന്മാരെ, കുട്ടികൾക്ക് ഇന്ന് പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? ഞാൻ ആക്ഷേപിക്കുന്നതല്ല. ആദ്യമായി പഠിപ്പിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന അത് നിഷിദ്ധമല്ല. അതിനു മുമ്പ് അലിഫ് പഠിപ്പിക്കണം, അദബുൻ പഠിപ്പിക്കണം, അബുൻ പഠിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷമാണ്. അലിഫ് എന്നാണ് അല്ലാഹ്, അല്ലാഹ് എന്ന പേരുള്ള അലിഫാണ് ആദ്യമായി പഠിപ്പിക്കേണ്ടത് കേട്ടോ. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയട്ടെ, ഉസ്താദിനെ കൊണ്ട് ഇല്ലെങ്കിൽ തങ്ങന്മാരെ കൊണ്ട് ചെറിയ മക്കളെ കൊണ്ട് അലിഫ് എഴുതിപ്പിക്കണം, അലിഫ് പഠിപ്പിക്കണം. എന്നിട്ടാണ് സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ടത്. അതാണ് അദബ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം ഏതാണ്? ഞാൻ ചുരുക്കി പറയട്ടെ, ഹുബ്ബു അഹ്ലി ബൈത്തിഹി, റസൂലുള്ളാഹിന്റെ അഹ്ലി ബൈത്തിനോടുള്ള സ്നേഹം കുട്ടികൾക്ക് പഠിപ്പിക്കണേ. ഈ മഹത്തായ പരിപാടിയിൽ അതാ ദുആ ചെയ്തു തന്ന്, അതുപോലെ ഉദ്ഘാടനം ചെയ്തു തന്ന
മഹാനായ സയ്യിദ് അവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശംസ പറഞ്ഞു തന്ന മഹാനായ സയ്യിദ് അവറുകൾ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അഹ്ലു ബൈത്തിനെ കുറിച്ച് നാം പഠിപ്പിച്ചു കൊടുക്കണം. മൂന്നാമത്തെ അദബ് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. മൂന്നാമത്തെ അദബ് സുബ്ഹാനല്ലാഹ്, അതേ ഹുബ്ബു ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യാനുള്ള സ്നേഹമാണ്, ഹുബ്ബാണ്. കുട്ടികൾ ഖുർആൻ ഓതിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, ഇന്ന് എത്ര നമ്മളെ മൂടെടുക്കൽ പഠിക്കുന്ന ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഹാഫിളീങ്ങളാണ്. 12-13 വയസ്സാകുമ്പോൾ അവർ ഹാഫിളീങ്ങളാണ്. എന്തൊരു ഖിറാഅത്താണ്. അവരൊക്കെ ഇമാമ് നിൽക്കാനും അതെല്ലാം കഴിവുള്ളതായ ഹാഫിളീങ്ങൾ. അങ്ങനെ വളർത്താൽ ആ മാതാപിതാക്കൾക്ക് വേറെ വേണോ സഹോദരന്മാരെ? നല്ല ഖിറാഅത്ത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു എല്ലാം ഖബൂൽ ചെയ്യട്ടെ. ഹുബ്ബു ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാനുള്ള മനസ്സ്. ആദ്യമായി എന്റെ കാരണവന്മാരോട്, രക്ഷിതാക്കളോട്, ഫാമിലിയിലുള്ള ഗ്രൂപ്പുകളിലെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തട്ടെ, സുബ്ഹി നിസ്കരിച്ചതിന്റെ ശേഷം ഒരു യാസീൻ ഓതാതെ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ നാം കടന്നുറങ്ങരുത്. നമ്മൾ കാണണം കുട്ടികള് ഖുർആൻ ഓതുന്നത്, ഉപ്പ ഖുർആൻ ഓതുന്നത്, ഉമ്മ ഖുർആൻ ഓതുന്നത്. ചിലപ്പോ ഉപ്പ പറയും, മോനെ ഒരു ഖുർആൻ ഓതു മോനെ, പഠിക്കുവാനെ. ഉപ്പ നല്ല സുഖമായിട്ട് AC ഇട്ട് കറക്ക ഉറങ്ങാം. ഉമ്മ പറയാണ് മോനെ എന്തോ. ഉമ്മ അവിടെ ഇരിക്കണം, വാപ്പ ഇരിക്കണം. വാപ്പ ഖുർആൻ ഓതണം, ഉമ്മ ഖുർആൻ ഓതണം. എന്നിട്ട് മക്കളെ ഇരുത്തിക്കണം. ഖുർആൻ ഓതിയാല് മക്കളും ഖുർആൻ ഓതാതെ കിടന്നുറങ്ങൂല. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിലെ ഏറ്റവും ഖൈറായവർ ഖുർആൻ പഠിപ്പിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവരാണെന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാൻ സൂറത്ത് യാസീൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? ഇന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി മരണപ്പെട്ടു പോയി. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ നേരത്തെ ഇബ്രാഹിം എന്നാണ്, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അതുപോലെ ഈ ഫാമിലി മരണപ്പെട്ടു പോയ ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവർക്കും വേണ്ടി തഹ്ലീൽ ചൊല്ലി ദുആ ഇറക്കണം. നമുക്ക് അത് മാത്രമേ ഉള്ളൂ. എന്റെ ഉപ്പ കഴിഞ്ഞ റജബ് 8 മരണപ്പെട്ടു പോയി. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, പല ആളുകളും മാറണി മണ്ണിലാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ദുആ ചെയ്യും. ഒരു അല്പം സമയം മാത്രം. ഇസ്മായിൽ ചെറുപ്പക്കാരന് സൗദിയില് ചില ഐസിയിലാണ്, ബോധം വന്നിട്ടില്ല. അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകണം. പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞില്ലേ സൂറത്ത് യാസീൻ സുബഹിക്ക് ഞാൻ ചോദിച്ചാല് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. കൈ പൊക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആര് പൊക്കാൻ? ഞാൻ ചോദിക്കുന്നു. ഇന്ന് രാവിലെ സുബഹി കഴിഞ്ഞിട്ട് ഞാനൊരു യാസീൻ ഉറങ്ങാതെ ഉറക്കു തൂങ്ങാതെ അതുപോലെ തന്നെ നല്ല ശരിയായ സ്ഫുടമായ നിലക്ക് യാസീൻ ഓതിയവർ ആരാണെന്ന് ചോദിച്ചാൽ എത്ര ആളുകളുണ്ടാവും? ബേജാറാക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നാളെ മുതൽ ഏറ്റെടുത്ത് ഇൻഷാ അല്ലാഹ് തീരുമാനമെടുക്കാം. സുബഹി നിസ്കരിച്ച് അതേ നിസ്കാരപ്പായി അതേ സ്ഥലത്ത് ഞാനൊരു യാസീൻ ഓതിയിട്ട്
شفاعته يوم القيامة إنك لا تخلف الميعاد بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم اللهم സദസ്സ് സ്വീകരിക്കട്ടെ. ഞാൻ ഒരല്പം 10 മിനിറ്റ് സംസാരിച്ച് ഇൻഷാ അല്ലാഹ് ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. സൂറത്ത് യാസീൻ എല്ലാ ദിവസവും ഓതണം കേട്ടോ. എല്ലാ അല്ലാഹു തൗഫീഖ് അല്ലാഹു തൗഫീഖ്. എല്ലാ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ നാളെ മുതൽ രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് യാസീൻ ഓതണം. എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഖുർആൻ ഓതാൻ പറ്റുന്ന എല്ലാ സ്ത്രീകളും യാസീൻ ഓതും. പിന്നെ പുരുഷന്മാർ പറ്റുന്നെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും പറ്റുന്നല്ലേ. അപ്പൊ സ്ത്രീകൾക്കായതുകൊണ്ട് സ്ത്രീകൾ പറ്റുന്ന സ്ത്രീകൾ എല്ലാ ദിവസവും സുബഹിക്ക് യാസീൻ ഓതാതെ കടന്നുറങ്ങരുത്. അതുപോലെ തന്നെ കടന്നുറങ്ങുകയാണെങ്കിൽ തന്നെ സൂര്യൻ ഉദിച്ചതിന്റെ ശേഷമല്ലാതെ കടന്നുറങ്ങരുത്. വലിയ മുസീബത്താണ്, വലിയ ടെൻഷനാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങാൻ പാടില്ല. എത്ര ഉറക്കൊയ്യട്ടെ, സൂര്യൻ ഉദിക്കുന്ന സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. അള്ളാഹു വലിയ റാഹത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖറാ സൂറത യാസീൻ ഫീ സദരിൻ നഹാർ, രാവിലെ സമയത്തിൽ തന്നെ യാസീൻ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ ഖുളിയത ഹവായിജുഹു, അവന്റെ ആവശ്യങ്ങളെ നിറവേറ്റപ്പെടുകയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്ത് ആവശ്യമാണ്? മക്കളെ കെട്ടിച്ചു കൊടുക്കണം, മകളെ കെട്ടിച്ചേക്കണം, അല്ലെങ്കിൽ കടങ്ങളുണ്ട്, ഹജ്ജിന് പോകണം, ഉംറക്ക് പോകണം, ഹബീബായ മുത്തുനബി തങ്ങളെ സിയാറത്ത് നടത്തണം. അതിനുള്ള അവസരങ്ങൾ ലഭിക്കാൻ പ്രഭാത സമയത്തിൽ യാസീൻ യാസീൻ ഓതിയാൽ അവരിക്കെല്ലാ കാര്യങ്ങളും നിറവേറ്റി കിട്ടപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാളെ യാസീൻ സൂറത്ത് ഓതി കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ് പരിശുദ്ധ ഖുർആന് 10 വട്ടം ഖതം തീർത്തതിന്റെ പ്രതിഫലമുണ്ട്. സാധാരണ മരണ വീട്ടിലും അതുപോലെ ഖബർ സ്ഥലത്തൊക്കെ ഖതം ഓതുക എന്നുള്ളതുണ്ട്. പക്ഷേ നമുക്ക് ഖതം ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സൂറത്ത് യാസീനെങ്കിലും ഓതണം. എന്നാൽ 10 ഖതം ഓതിയതിന്റെ പ്രതിഫലമാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ തന്നെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, രാത്രി സമയം വാഖിയ സൂറത്ത് ഓതാതെ കടന്നു പോകരുത് കേട്ടോ. ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, മൻ ഖറാ സൂറത്തുൽ വാഖിയ, വാഖിയ സൂറത്ത് ഓതിയാൽ ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും സൂറത്ത് വാഖിയ ഓതിയാൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും അവനിക്ക് ദാരിദ്ര്യമുണ്ടാകൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടതില്ല, പണത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടതില്ല, ഐശ്വര്യവാനായി അവന് ജീവിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യഉമുറു ബനാതിഹി, അവിടുത്തെ പെൺമക്കളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു, യഖറഇന ബിഹാ ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും അതാ പെൺമക്കള് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പെൺമക്കൾ അതാ ഖുർആന് അഥവാ വാഖിയ സൂറത്ത് പാരായണം ചെയ്യുന്നവരാണ്. ഒരു ടെൻഷനും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് വന്നിട്ടില്ല. അതുപോലെ ഓർമ്മപ്പെടുത്തട്ടെ, സൂറത്തു തബാറക സൂറത്ത് ഹിയൽ മാനിയതു ഹിയൽ മുൻജിയതു തുൻജീഹി മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ അദാബിൽ നിന്ന്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഔ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിൽ നിന്ന് അവർക്ക് രക്ഷ നൽകുന്ന വലിയ സൂറത്താണ് തബാറക സൂറത്ത്. ഞാൻ എന്റെ ശരീരത്തോട് ചോദിക്കട്ടെ, ഇന്നലെ രാത്രി തബാറക സൂറത്ത് ഓതിയിട്ടുണ്ടോ? വാഖിയ സൂറത്ത് ഓതിയിട്ടുണ്ടോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓതിയവർ ഒരുപാട് നമ്മുടെ സദസ്സിലുണ്ട്, ഓതാത്തവരുണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് രാത്രിയായാൽ തീരുമാനം എടുക്കണം, യാസീൻ സൂറത്ത് ഓതി ഞാൻ കടക്കും. അതുപോലെ
തന്നെ വാഖിഅ സൂറത്ത്, തബാറക സൂറത്ത്, അതുപോലെ തന്നെ സൂറത്ത് അലിഫ് ലാം മീം, തൻസീൽ, സജദ സൂറത്ത് രാത്രി ഓതിയാൽ ഹിയൽ മുൻജിയ, അത് അതാ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് എന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം എന്റെ ഫാമിലി മീറ്റ് ആയതുകൊണ്ട് ഞാനതാ ഓർമ്മപ്പെടുത്തട്ടെ, ചെയ്യേണ്ട കാര്യമല്ലേ നാം ചെയ്യേണ്ടത്. ഹബീബായ മുത്തനബി തങ്ങൾ പറയുകയാണ്, മൻ ഖാല ഹീന യുസ്ബിഹു സലാസ മർറാത്ത്, ഒരാളതാ സുബഹിയായി കഴിഞ്ഞാല് അതാ 3 വട്ടം പറഞ്ഞാൽ, നോക്കണം, സുബഹി സമയായാൽ 3 വട്ടം പറയുന്നു, അഊദു ബില്ലാഹിസ് സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹിസ് സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം, ഇങ്ങനെ 3 വട്ടം ചെല്ലുകയും ഫഖറ സലാസ ആയാത് മിൻ ആഖിർ സൂറത്തിൽ ഹശർ, ഹശറിന്റെ സൂറത്തിന്റെ അവസാനത്തെ 3 ആയത്ത് ഓതിയാൽ നമുക്കറിയാം, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو അസീസുൽ ഹകീം എന്ന സൂറത്ത് ഓതിയാൽ, അതുപോലെ രാത്രിയായാൽ മഗ്രിബിന്റെ ശേഷം ഇങ്ങനെ ഓതിയാല്, രാവിലെ ഓതി സുബ്ഹാനല്ലാഹ്, വൈകുന്നേരം ആകുന്നതിന് മുമ്പ് അവനതാ സുബ്ഹാനല്ലാഹ് വലിയ മഹത്വമാണ്. 70,000 മലക്കുകളെ അല്ലാഹു അവനിക്ക് ഏൽപ്പിക്കുകയാണ്. ആ മലക്കുകൾ അവനിക്ക് പ്രാർത്ഥന നടത്തുന്നു. രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ. ഇനി ആ വൈകുന്നേരമാകുന്നതിന് മുമ്പ്, രാത്രിയാകുന്നതിന് മുമ്പ് അവൻ മരിച്ചാൽ മാത ഷഹീദാ, ഷഹീദായി അവൻ മരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വൈകുന്നേരം രാത്രി മഗ്രിബിന്റെ ശേഷം ഓതി സുബ്ഹാനല്ലാഹ് സുബ്ഹി വരെ 70,000 മലക്കുകൾ അവനിക്ക് കാവലാകുന്നു. അവർക്ക് പ്രാർത്ഥന നടത്തുകയാണ്. സുബ്ഹിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ മാത ഷഹീദാ, ഷഹീദായി മരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു ഇതൊക്കെ ഓതാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടുത്ത കുടുംബക്കാർക്ക് സൽക്കാരം കൊടുക്കലാണ്. അടുത്ത കുടുംബക്കാർക്ക് വേണ്ടി അതാ പണം ചെലവ് ചെയ്യലാണ്, അടുത്ത കുടുംബക്കാർക്ക് കൊടുക്കലാണ്. നിങ്ങൾക്കറിയില്ലേ, ഒറ്റ സംഭവം ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മദീനയിൽ വലിയ ധനികനാണ്, വലിയ പണമാണ്. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് ബൈറുഹ എന്ന് പറയുന്ന വലിയ തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടം എവിടെയാണ്? മദീനത്തെ പള്ളിയിലെ മുൻവശത്താണ്. അവിടൊക്കെ പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടൊക്കെ പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മദീനത്തിന്റെ പള്ളിന്റെ മുമ്പിലാണ് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ബൈറുഹ എന്ന് പറയുന്ന ആ തോട്ടം. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുഹാ വയശ്റബു മിൻ മാഇൻ ഫീഹാ തയ്യിബ്. ഹബീബായ മുത്തുനബി തങ്ങൾ ബൈറുഹ എന്ന് പറയുന്ന അബൂ തൽഹത്തുൽ അൻസാരി തങ്ങളെ തോട്ടത്തിൽ പ്രവേശിക്കാനുണ്ടായിരുന്നു. അവിടെ വച്ച് ശുദ്ധജലം ഹബീബായ മുത്തുനബി തങ്ങൾ കുടിക്കാനുണ്ടായിരുന്നു. അത്രയും മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി തങ്ങൾക്ക് അതാ ഇഷ്ടപ്പെട്ട തോട്ടമായിട്ടും പോലും ഖുർആനിൽ ഒരു ആയത്ത് കേൾക്കുകയാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്ത് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ്, എന്താ ആയത്തിന്റെ അർത്ഥം? ഒരാൾ
ഇവിടെ ജമാഅത്ത് നടത്തുന്നത് ജമാഅത്ത് കഴിഞ്ഞുകൂടെ, കാരണം ജമാഅത്ത് നടക്കുമ്പോൾ പാങ്ങില്ലല്ലോ, ഇവിടെ അടുത്ത് തന്നെ അല്ലേ ജമാഅത്ത് കഴിഞ്ഞോട്ടെ 5 മിനിറ്റ് അല്ലേ, ഏതായാലും ഇൻഷാ അല്ലാഹ് അതൊക്കെ വേണം. അതെല്ലാം നമ്മൾ നല്ല വിഷയമാണ്. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. അല്ലാഹു എല്ലാവർക്കും വലിയ ബർക്കത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലത്തിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ജമാഅത്ത് നമുക്ക് നിസ്കരിക്കണ്ടേ, നമുക്ക്